സിദ്ധരാമയ്യയുടെ ഒരു പ്രാതലില് കാര്യങ്ങളെല്ലാം കർണാടകയിൽ അവസാനിച്ചു. ശിവകുമാറിന് ഇനി മുഖ്യമന്ത്രി പദം ഇല്ല എന്നായോ? അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് പിളരും. കാരണം കഴിഞ്ഞ തവണത്തെ ഇലക്ഷന് കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകം DK ശിവകുമാറാണ്. അദ്ദേഹം വളരെ പോപ്പുലർ നേതാവാണ് എന്നുള്ള സത്യം. DK ശിവകുമാറാണ്. അപ്പോൾ അന്ന് തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ക്ലൈം ഉള്ളതുകൊണ്ട് 2.5 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാൻ തോന്നും. ഈ രാഷ്ട്രീയക്കാർ നമ്മളെപ്പോലെ രാഷ്ട്രീയക്കാർക്ക് ഒരു പലപ്പോഴും ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് തന്തയില്ലാത്ത സ്വഭാവം കാണിച്ചു. ഇതിവിടെ തുടങ്ങിയൊന്നല്ല. ഇത് മുമ്പ് മായാവതിയും BJPയും കൂടി സഖ്യം ഉണ്ടായി. 6 മാസം 2.5 വർഷം കഴിഞ്ഞപ്പോൾ BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നു. ആയം ഒഴിഞ്ഞു കൊടുത്തില്ല. ഈ കർണാടകത്തിൽ തന്നെ കുമാരസ്വാമി യെദ്യൂരപ്പയും സഖ്യം ഉണ്ടായി. കുമാരസ്വാമിയുടെ ടൈം കഴിയുമ്പോൾ ഒഴിഞ്ഞു കൊടുത്തില്ല. BJPനെ തേച്ചു. ഇതിപ്പോൾ 3ാമത്തതാണ് അങ്ങനത്തെ ഇൻസിഡൻറ്റ്. ഈ രാഷ്ട്രീയക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് അനന്തരഫലം എന്ന് വെച്ചാൽ യെദ്യൂരപ്പ പിന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിൽ പക്ഷേ മായാവതി കുറച്ചു നേരം പിടിച്ചു നിന്നെങ്കിലും പിന്നെ BJP മൊത്തം എടുത്തുകൊണ്ടുപോയി. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്കിപത്വം. അപ്പം വാക്ക് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എസ്പെഷ്യലി വളരെ ശക്തരായ ആളുകൾ തമ്മിലുള്ള. അങ്ങനെ അല്ലെങ്കിൽ അത് രണ്ടു കൂട്ടർക്കും വീക്കം ചെയ്യും. എപ്പോഴും ഈ അണ്ടർഡോഗ് ആയിട്ടുള്ള രണ്ടാമത് നിൽക്കുന്ന ആൾ സ്കോർ ചെയ്ത് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസിന് പണ്ടത്തെ പോലെ പോയാൽ പോട്ടെ എന്ന് വെക്കാനുള്ള ഒരു ലക്ഷ്യത ഇപ്പോൾ ഇല്ല. ദേ നോട്ട് അറ്റ് കംഫർട്ടബിൾ. അപ്പം ആ സമയത്ത് ആപ്പാട് 1-2 സംസ്ഥാനങ്ങളിലെ ഭരണമുള്ളൂ. ഉള്ള സ്ഥലത്തും കൂടി പോയാലത്തെ സ്ഥിതി മാത്രമല്ല കർണാടക അവർക്ക് സൗത്ത് ഇന്ത്യയിൽ മൊത്തം ഫണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ്. കോൺഗ്രസ് ഇത്തരം മണ്ടത്തരങ്ങൾ മുമ്പും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെലുങ്കാന വിഷയത്തിൽ ഇടപെട്ട് ഒരു സംസ്ഥാനം ആന്ധ്രാപ്രദേശിൽ നിന്ന് മാറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികം ആന്ധ്രാപ്രദേശിലേക്ക് പിന്നെ നോക്കണ്ട എന്ന് കോമൺ സെൻസുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു? അതിലിടപെട്ട് സംസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആന്ധ്രയിൽ കോൺഗ്രസ് ഇല്ലാതായി. ഇനി തൊട്ടടുത്തുള്ള തെലുങ്കാനയിലാണെങ്കിൽ അവിടെ കൂടെ നിന്ന് പണിയൊക്കെ ഒപ്പിച്ചവൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കി അവൻ മുഖ്യമന്ത്രി 10 വർഷമായിരുന്നു. നഷ്ടമായിരിക്കാണ് കോൺഗ്രസ്. ഇതൊരു ടാക്റ്റിക്കലൊക്കെ നിങ്ങൾക്ക് ഓക്കെ എല്ലാം നമ്മുടെ ഇടയിലേക്ക് വന്നോളും, നമ്മളെ കയ്യിലേക്ക് വന്നോളും എന്നൊരു ചിന്തിക്കാനുള്ള ആ ഒരു ലക്ഷ്യത ഇപ്പോൾ ഇല്ല. പണ്ട് ഒരു സംസ്ഥാനം പോയാൽ വേറൊരു സംസ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ അധികാരത്തിൽ തിരിച്ചു വരുന്നൊരു ഉറപ്പില്ല. പിന്നെ ഇവിടെ ഉള്ളത് ഈ നോർത്ത് ഈസ്റ്റ് മൊത്തം BJP എടുത്തുകൊണ്ടുപോയി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും മോഡി പ്രഭാവം അതിരൂക്ഷമാണ്. എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് ഇത് സിദ്ധരാമയ്യയ്ക്ക് ഒരു റെക്കോർഡ് ഇടാണ് അവരുടെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നാണെന്നുള്ള റെക്കോർഡ് ഇടാൻ ഒരു ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ആഗ്രഹത്തെ സഫലമാക്കി കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് കാലം കൂടി 3-4 മാസം നീട്ടിക്കൊടുക്കാൻ മതി. അത് കഴിഞ്ഞ് മാറേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ DK ശിവകുമാർ മാനസാന്തരം വന്ന് അത്രയും വലിയ മഹാനായി മാറും. അത് രാഷ്ട്രീയത്തിൽ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിൽ പക്ഷേ ഈ പ്രാതലിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഒരു നിർദ്ദേശമാണ് പ്രാതൽ കഴിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. മുൻകാലങ്ങളിലൊക്കെ പ്രാതൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ പലരും പല വഴികളിൽ പോയി എന്നുള്ളതാണ്. ഈ പ്രാതൽ എന്നുള്ള വാക്ക് എവിടുന്ന് വന്നു? എൻ്റെ ഓർജിന വരും ആന്ന് പ്രാവിനെ കൊല്ലുന്ന പരിപാടിയാണ്. എനിക്കറിയില്ല. പ്രാതൽ എന്നുള്ള വാക്ക് ഞങ്ങളുടെ നാട്ടിലും പ്രാതലൊന്നുമില്ല. ഞങ്ങൾ പ്രാതൽ നല്ല എന്താ പറയുക, രാവിലത്തെ ഭക്ഷണം കഴിച്ചോ. നിങ്ങൾ സൗത്തിലോട്ട് വരുമ്പോഴാണ് പ്രാതൽ. നാട്ടിൻ പ്രദേശം ഇപ്പോഴും ചോദിക്കും പ്രാതൽ കഴിഞ്ഞോന്ന് ചോദിക്കും. നമ്മളവിടെ അങ്ങോട്ടില്ല. പിന്നെ ഇങ്ങോട്ട് ചിലത് കാപ്പി കഴിച്ചോന്ന് ചോദിക്കും. കാപ്പി കുടിച്ചോന്ന് ചോദിക്കും. അത് ഇങ്ങോട്ടുള്ളതാണ്. ഈ പ്രാതൽ എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? പ്രഭാതത്തിൽ കഴിക്കുന്നു. അതെ, പ്രഭാതത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ പ്രശ്നം തീരുന്നു തൽക്കാലം ഒന്ന്. പക്ഷെ മുൻകാലങ്ങളിൽ അങ്ങനെ പ്രാതൽ കഴിച്ച അവസാനിപ്പിക്കാൻ നോക്കിയതൊക്കെ തന്നെ BJPയിലൊട്ടൊക്കെ പോയ ചരിത്രമാണുള്ളത്. അതിന് സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം BJPയെ സംബന്ധിച്ച് BJPക്ക് വേറൊരു കാര്യമുണ്ട്. എന്ത് വൃത്തികെട്ടാനാണെങ്കിലും BJP ഗുണം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP കൂടെ കൂട്ടും. സുഖദേവാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ അഴിമതിക്ക് അകത്തായ ശരിക്കും തെളിയിക്കപ്പെട്ട 2 രാഷ്ട്രീയക്കാർ. ഒരാൾ ഈ സുഖദേവ് ആണല്ലേ, സുഖദേവ്. അയാളെ കഴിഞ്ഞ് BJP സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. BJPക്ക് അങ്ങനെയൊന്നുമില്ല. BJP ആരുമായിട്ട് വേണം സഖ്യം ഉണ്ടാക്കും. മെഹബൂബ മുഫ്തി ആയിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയാൽ BJP ആണെങ്കിൽ അയാൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ അയാളെ കൂട്ടുന്നുണ്ട്. BJP അങ്ങനെയൊന്നുമില്ല. അത് കോൺഗ്രസ് സംസ്കാരമാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അയാൾ നന്നായി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് DKനെ അതിലും ബുദ്ധിമുട്ടൊന്നുമില്ല. DKനെ
ഇയാൾ ഇതിലും കറപ്റ്റഡ് ആയിട്ടുള്ള DK നായകിൻ്റെ പേരിൽ എൻഫോഴ്സ്മെൻറ്റിന് നോട്ടീസൊക്കെ വന്നിരുന്നു. പക്ഷെ അതിലും കറപ്റ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് അവിടെ BJP നേതാക്കന്മാർ. കോവിഡ് സമയത്ത് അവിടുത്തെ യൂത്ത് യങ് BJP നേതാവിനെതിരെ അവിടെ അന്ന് തട്ടിപ്പടുത്തിയത് ആരോപണം വന്നിരുന്നു. അങ്ങനെ സ്ഥലമാണ് ഈ പറയുന്ന കർണാടക. അപ്പം അതൊരു വിഷയം തന്നെ. ഇയാൾ BJP ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ BJPക്ക് പിന്നെ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇയാളെ നല്ല നേതാവാണ്. ശിവകുമാറിനെ കിട്ടിയ DK നായക്. ഇയാളെ നല്ല ക്ലൗട്ടുള്ള നേതാവും കൂടിയാണ്. അവർക്കിപ്പോൾ യെദ്യൂരപ്പയ്ക്ക് ശേഷം ക്ലൗട്ടുള്ള നേതാവില്ല. അങ്ങനെയല്ല ഹേമന്ത് ബിശ്വാസ് ശർമ്മേനെ കൊണ്ടുവന്നത്. അങ്ങനെ അതുപോലെ പലരെ അവരങ്ങനെ കൊണ്ടുവന്നത്. എന്നിട്ട് അവരവിടുത്തെ നേതാവ് ഉണ്ടാക്കും. ഒരു 10-15 വർഷം മുഖ്യമന്ത്രിയാക്കി ഞങ്ങൾ മാറ്റിക്കളയും. എന്നിട്ട് ഏതെങ്കിലും RSS തന്നെ പിടിച്ചിടും. ഇതാണ് BJPയുടെ പ്ലാൻ. അത് BJP കൂളായിട്ട് അവിടെ നടപ്പിലാക്കും. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടു കൂട്ടരെയും പിണക്കാൻ പറ്റില്ലാത്ത വല്ലാത്ത അവസ്ഥയാണ്. ഇതാണ് അപ്പോൾ സെൻട്രൽ ക്ഷീണിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം. കേന്ദ്രം ക്ഷീണിക്കുമ്പോൾ, കേന്ദ്രത്തിൽ പാർട്ടി ക്ഷീണിക്കുമ്പോൾ ഈ ലോക്കലായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ വാളെടുത്തവൻ മൊത്തം വെളിച്ചപ്പാടാണ്. അങ്ങനെ വെളിച്ചപ്പാടാവുന്നതിൻ്റെ ഒരു വിഷയം ഇതിലുണ്ട്. ഈ വെളിച്ചപ്പാടുകൾ എങ്ങനെ ഹൈക്കമാൻഡ് ഹാൻഡിൽ ചെയ്യും? അതേവർക്കൊക്കെ കമ്മിറ്റ്മെൻറ്റ് വേണം പ്രസ്ഥാനത്തോട്. ഇവിടുത്തെ ലോക്കൽ കോൺഗ്രസ് തന്നെ പോലും ആ കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവനവൻ്റെ കാര്യമൊന്നുമല്ലാതെ. ലോക്കൽ കോൺഗ്രസ് നേതാവാണെങ്കിൽ കോൺഗ്രസിന് ആദ്യം മുന്നിൽ വെക്കണോ? എൻ്റെ ഫ്യൂച്ചർ ഞാൻ തീർന്നു, ഇനിയൊന്നും വേണ്ടെന്ന് ചിന്തിക്കരുത്. അതൊന്നും ഇല്ലല്ലോ. അങ്ങനെ സംസ്കാരം കോൺഗ്രസ് ഉണ്ടായി കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു ജനറേഷൻ ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചു തീരുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് കർണാടകയിൽ എന്ത് സംഭവിക്കാം? തീർന്നു. ഇനി ഇത് അടുത്ത തവണ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ള വല്ല വാഗ്ദാനമാണ്. അടുത്ത തവണ അധികാരത്തിൽ വരണമെന്നുള്ളത് ഉറപ്പില്ലല്ലോ. പിന്നെ അതുമല്ല, പ്രായം മാറി വരുന്നില്ലേ? പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഈ പറയുന്നതിൻ്റെ ഇതിൽ സിദ്ധരാമയ്യ പാലം വലിക്കില്ല എന്നാലും ഇപ്പം ഈ പറഞ്ഞ വാക്ക് പാലിക്കാത്ത സിദ്ധരാമയ്യ നാളെ ഈ വാക്ക് മാറ്റില്ല എന്നാലും സിദ്ധരാമയ്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ്. അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെ രാഷ്ട്രീയ പാർട്ടി മാറുന്നതൊക്കെ സംഭവിക്കും. എവിടെയെങ്കിലും ഒരു കൂറ കാണിക്കണം, പറഞ്ഞ വാക്കിന് വില കാണിക്കണ്ടേ? ഇപ്പം നമുക്ക് തീരെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വെറും ബേസ്റ്റായി മാറുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാന്യമായിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാം. അത് സ്വാഭാവികമാണ്. ഇതല്ലാതെ മൂപ്പരങ്ങനല്ലല്ലോ മൂപ്പര കാര്യം. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് DK ശിവകുമാറിൻ്റെ പണം വലിയൊരു ഘടകമാണ്. അങ്ങനെയുള്ള ക്ലൗട്ട് ഒരു ഘടകമാണ്. അങ്ങനെയുള്ള സാമുദായിക വോട്ടൊരു ഘടകമാണ്. എന്നിട്ട് അങ്ങനെ മാറി കൊടുക്കണമെന്ന് എന്താ ചെയ്യും? ഇതിന് കേരളത്തിന് KM മാണി സിൻഡ്രോം എന്ന് പറയും. ഇപ്പോൾ ഇന്നത്തെ സ്ഥലത്ത് സിദ്ധരാമയ്യ സിൻഡ്രോം എന്ന് വിളിക്കേണ്ട ഒരു മാനസിക രോഗമാണ്. രാഷ്ട്രീയ മാനസിക രോഗമാണ്. അല്ലെങ്കിൽ അവിടെ ആ രീതിയിലൊരു വേറെ ഓൾ എൻകംപാസിങ് ആയിട്ടുള്ള നേതാവുണ്ട്. അങ്ങനെ നേതാവില്ല. അവിടുന്ന് വന്നിട്ടുള്ള ഗാർഗയാണ് അഖിലേന്ത്യാ നേതാവ്. മൂപ്പരെന്താ പറയുന്നത് മൂപ്പർക്ക് തന്നെ അറിയില്ല. മൂപ്പർക്ക് ആപ്പാടൊരു ആഗ്രഹം. RSSനെ കുട്ടി ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ BJPനെ പറ്റി കുറ്റം നാഷണൽ മീഡിയയിലൊക്കെ ശ്രദ്ധയിൽ വരും. കാരണം ഇവർ കളിയാക്കാൻ വേണ്ടി ന്യൂസ് എടുക്കും. നാഷണൽ മീഡിയ ഇപ്പം മൊത്തം BJPൻ്റെ കയ്യിലാണ്. പക്ഷെ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ഒരു കോമഡി സാധനമുണ്ട്. പണ്ട് മാധവൻകുട്ടി CPM വേണ്ടി ചർച്ചയ്ക്ക് ഇരുന്നവർ ഒരു കോമിക് സാധനമുണ്ട്. അതുകൊണ്ട് ആളുകൾ അത് ശ്രദ്ധിക്കും. അതാണ് ഗാർഗയുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇടപെടാൻ ശേഷിയുള്ള ശക്തിയുള്ള ആരുമില്ല എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടൊരു വെടിനിർത്തൽ നടത്തുന്നത് കാലിബ്രേറ്റ് ചെയ്യായിരിക്കും. എങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും, എന്ത് ചെയ്യണമെന്നും രണ്ട് വിഭാഗവും കാലിബ്രേറ്റ് ചെയ്യുക. അതിനിടയ്ക്ക് അവർക്ക് സമാധാനത്തിൻ്റെതായ സ്വസ്ഥമായി ചിന്തിക്കേണ്ട സമയം വേണം. മീഡിയയുടെ ശല്യമല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ദേ ആർ ബൈയിങ് ടൈം ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.